ഹലോ ഗൈസ്, ഇന്നലത്തെ ട്രിപ്പ് കഴിഞ്ഞ് എല്ലാവരും ടയർഡാ. എണീറ്റപ്പോഴേ 12 മണിയായി. സോ രാവിലെ ഒരു ബ്രഞ്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ വിചാരിച്ചു. ഒന്നുമില്ല, ഒരു ചെറിയൊരു ബ്രഞ്ച്, മുട്ട വെച്ചിട്ടൊരു സെറ്റപ്പ് പ്ലസ് ചിക്കൻ സോസേജ്, ഒരല്പം നൂഡിൽസ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ? ഇപ്പോൾ ഗ്യാസ് ഓൺ ചെയ്യാം, സിലിണ്ടർ ഓൺ ചെയ്യാം. നമ്മൾ ബേസിക്കലി എന്താ ചെയ്യാൻ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു മുട്ട വെച്ചിട്ടുള്ളൊരു സെറ്റപ്പാണ്. അപ്പോൾ മാക്സിമം ചൂട് നമുക്ക് ഹൈ ഫ്ലെയിമും വേണം, ലോ ഫ്ലെയിമും വേണം. ആ രീതിയിൽ നമ്മൾ മാനേജ് ചെയ്യാൻ പോകുന്നത്. സോ ഓൾറെഡി ഇച്ചിരി ബട്ടർ കിട്ടുന്നുണ്ട് നമ്മുടെ ഇതിൽ. ബട്ടർ വെച്ചിട്ട് ഞാൻ സെറ്റപ്പ് ആക്കാൻ പോകുന്നത്. കുറച്ച് ഓർഗാനസ് ഉണ്ടെങ്കിൽ വളരെ അടിപൊളി. പിന്നെ മുട്ട, ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ്. സോ ഫസ്റ്റ് നമുക്ക് വേണ്ടത് കുറച്ച് ബട്ടർ. ലോ ഫ്ലെയിമിൽ വെച്ചാൽ പാൻ ഒന്ന് സ്മൂത്ത് ആയതിനു ശേഷം ഇച്ചിരി ബട്ടർ ഇട്ട് കൊടുക്കുക. സെയിം അതേപോലെ തന്നെ ഒരല്പം ബട്ടർ എടുത്തു. ഞാനൊരു 4 മുട്ട എടുക്കുന്നുണ്ട്, 2 പേർക്കുള്ള. സോ പാൻ ഒന്ന് സീസൺ ആയതിനു ശേഷം ടെമ്പറേച്ചറിൽ നിന്ന് മാറ്റി വെച്ചോളൂ. ആ ഗ്യാപ്പിൽ നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കുക. സ്റ്റൈലിന് വേണ്ടി നമുക്ക് പല രീതിയിലും യൂസ് ചെയ്യാം. തല വെച്ച് പൊട്ടിക്കാം. നമ്മുടെ സോൾട്ട് മാംഗോ ട്രീയിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് സോൾട്ട്. ആവശ്യത്തിന്, അനാവശ്യം ഇട്ട് കഴിഞ്ഞാൽ വെള്ളം കുടിക്കേണ്ടി വരും. പിന്നെ നമ്മുടെ മച്ചാന് പിസ്സ വാങ്ങിക്കുമ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനം തരാൻ മടിയുള്ള നാറികള് നമ്മൾ ചോദിച്ച് വാങ്ങിക്കണം ഈ സാധനം. അതെ, എക്സാക്ട്. എന്റെ അറിവില് പിസ്സ കഴിക്കുന്ന എല്ലാരും ഈ സാമാനം യൂസ് ചെയ്യാറില്ല, ഇല്ല. അപ്പം എപ്പോഴും ഇത് സേവ് ചെയ്ത് വെച്ച് ഉപയോഗിക്കാം. വേറെ എന്തെങ്കിലും ഉപയോഗങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിന് മേമ്പൊടിക്ക് ഇങ്ങനെ കാണിക്കാൻ വേണ്ടി ആവശ്യമൊന്നുമല്ല, ചില്ലി ഫ്ലേക്സ് ഒരെണ്ണം മതി. എൻ്റെ ആവശ്യമുള്ളൂ. നന്നായിട്ട് ബീറ്റ് ചെയ്യാം. സോ നെക്സ്റ്റ് ഇച്ചിരി സോസേജ് ഫ്രൈ ചെയ്യാം. സോ വേണ്ടത് ഗീ. ശരിക്കും ഗീനേക്കാളും ടേസ്റ്റ് ബട്ടർ ആണ്, ബട്ട് ഐ പ്രിഫർ ഗീ. സോ സോസേജ് എപ്പോഴും ഫ്രോസൺ ആയിരിക്കും. സോ അതിന് പെട്ടെന്ന് ഇതാവാൻ വേണ്ടി ഒന്ന് വരഞ്ഞു വിട്ടേക്കുക. ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു സർക്കുലർ മോഷനിൽ കത്തി വെച്ചൊന്ന് വിട്ട് കഴിഞ്ഞാൽ ഈ സാധനം നല്ല രീതിയിൽ വരഞ്ഞു കിട്ടും. സോ അത് ഏറ്റവും എളുപ്പത്തിൽ ഈ സാധനം വെന്തോളും. നേരെ സാധനം ഇട്ടോളാം. ഡെക്കറേഷന് വേണ്ടിയാണ് 2 ഇതൊക്കെ വരഞ്ഞു വെച്ചത്. ഞാൻ നോർമലി ഒറ്റ വര ഞാൻ ഇടാറുള്ളൂ. ആകുമ്പോൾ പെട്ടെന്ന് പരിപാടി തീരും, സമയം ലാഭം, ഗ്യാസ് ലാഭം. കൂടുതൽ എനർജി പ്രതീക്ഷിക്കേണ്ട, ഓൾറെഡി ടയർഡാണ്, എല്ലാവർക്കും അറിയാം. സോ അത് കാരണം അധികം എനർജി കുറവാണ്. ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ നമുക്ക് ഫുൾ എനർജിയിൽ മുട്ട ഒഴിക്കുന്നതിന്റെ ശ്രദ്ധ പോയി ഗൈസ്. നിങ്ങളുടെ കൂട്ടത്തില് ശ്രുതിയെ പോലെ ഈ മുട്ട വെന്തില്ല എന്ന് പറഞ്ഞ കംപ്ലൈന്റ് പറയുന്നവരുണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടി ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, പോയി പണി നോക്കാൻ പറയാം. വേണമെങ്കിൽ കഴിച്ചാൽ മതി. സോ ഇതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ മറ്റു രീതിയിൽ ഓംലേറ്റ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇതുണ്ടാക്കുന്നതിനേക്കാളും ഒരല്പം, ഇത്തിരി ഞാൻ പറയില്ല, ഒരല്പം ടേസ്റ്റ് വ്യത്യാസം ഇതിനുണ്ടാവും. സോ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കാം. ഇതിനകത്ത് എപ്പോഴും നല്ല ടേസ്റ്റി ഫ്ലഫി മുട്ട ഉണ്ടാവും. അപ്പം ഫ്രഷ്ലി മെയ്ഡ് എഗ്സ്, നൂഡിൽസ് ആൻഡ് ചിക്കൻ സോസസ്. ഇതിൽ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഹൈലൈറ്റ്. സോ ഇത്രയും മതി, മസാലയും കോപ്പൊന്നും വേണ്ട. ഇതിന്റെ പാതിയൊന്നും ഇല്ല, വിശപ്പ് കാരണം ഞങ്ങൾ കഴിച്ചു. ഹോർലിക്സ് അടിക്കും. എത്രേ ഉള്ളൂ.